ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. വെറും 2 മിനിറ്റ് കൊണ്ടേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാമെന്ന് പറഞ്ഞത് വെറുതെ അല്ല കേട്ടോ. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്താൽ 2 മിനിറ്റ് പോലും വേണ്ട. അതിനുള്ളിൽ നമുക്ക് പെട്ടെന്ന് കുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയെടുക്കാം. ഈസ്റ്റോ സോഡാപ്പൊടിയോ പാലോ ഒന്നും ചേർക്കാതെ നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1/4 കപ്പിൽ അളവിൽ പാൻ കേക്ക് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് അല്പം പോലും ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട, വെറും വെള്ളം മാത്രം ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഞാനിവിടെ നമ്മൾ ആ പൊടിയെടുത്ത ആ ഒരു അളവ് കപ്പിന് തന്നെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെയായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം നമ്മൾ മുഴുവനും ഒഴിച്ചു കൊടുക്കല്ലേ, കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ കട്ടകളൊന്നും ഉണ്ടാകാതെ വേണം ഇത് മിക്സ് ചെയ്യാനായിട്ട്. നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുമല്ലോ, ആ ഒരു രീതിക്ക് വേണം ഈ ഒരു മാവ് കുഴച്ചെടുക്കാനായിട്ട്. ആദ്യം 1 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് പറ്റത്തില്ല, വീണ്ടും കുറച്ച് വെള്ളം കൂടെ ആവശ്യമായിട്ട് വന്നു. അപ്പോൾ വീണ്ടും 1 കപ്പ് കൂടെ വെള്ളം എടുത്തിട്ടുണ്ട്. അത് മുഴുവനും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല. ഏതാണ്ട് 1/4 കപ്പ് അളവിൽ മാത്രമേ നമ്മളിവിടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഒട്ടും കട്ടകളില്ലാതെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ടേസ്റ്റ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഒന്നും തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണ്ട. നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളത്തിൻ്റെ ബാക്കിയാണ് കേട്ടോ. 2 കപ്പ് അളവിൽ വെള്ളം എടുത്തു, അതിൽ 1/4 കപ്പ് അളവിൽ നമ്മൾ ചേർത്ത് കൊടുത്തുള്ളൂ. അപ്പോൾ മാവൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കാതെ തന്നെ പെട്ടെന്ന് തന്നെ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മാവ് ഒഴിച്ച് കൊടുത്ത് ഉടൻ തന്നെ നോക്കുമ്പോൾ പുറത്തെല്ലാം ബബിൾസൊക്കെ വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് സോഡാപ്പൊടിയോ ഈസ്റ്റോ മറ്റൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. വെറുതെ മാവ് പച്ചവെള്ളത്തിലൊന്ന് കലക്കി ഒഴിച്ച് കൊടുത്തതേ ഉള്ളൂ. അപ്പോഴേക്കും കണ്ടോ നന്നായിട്ട് ബബിൾസൊക്കെ വന്നത്. പിന്നെ ഇത് അടച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. നന്നായിട്ട് ബബിൾസ് വന്നിട്ടുണ്ട്. അതിൻ്റെ അടിഭാഗം ഉണ്ടല്ലോ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. മുഴുവനും ബബിൾസൊക്കെ വന്ന് അതൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഇത് മറിച്ചിട്ട് കൊടുക്കാം. എണ്ണയോ ബട്ടറോ ഒന്നും തന്നെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല. മാവ് നന്നായിട്ട് കലക്കിയിട്ട് ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തതേ ഉള്ളൂ. എന്നിട്ടും കണ്ടോ എത്ര നല്ല ഭംഗിയായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു ഗോൾഡൻ യെല്ലോ കളറല്ലേ, നല്ല റൗണ്ടിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ തട്ടുദോശയൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കാറില്ലേ, അപ്പോൾ ആ ഒരു ദോശയുടെ ലുക്കാണ് ഇപ്പോൾ ഇതിന് കിട്ടിയിരിക്കുന്നത് അല്ലേ. നല്ല ടേസ്റ്റ് കേട്ടോ, വെറുതെ പറയുന്നതല്ല. ഇതിൻ്റെ മുകൾ ഭാഗം കണ്ടോ എന്ത് നല്ല ഭംഗിയായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ വളരെ വേഗം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ വീണ്ടും ഒരെണ്ണം കൂടി ഞാനൊന്ന് ഉണ്ടാക്കി കാണിക്കാവേ. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ. ഇതുപോലെ തന്നെ നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി ലഞ്ച് ബോക്സിലും കൊടുത്തു വിടാൻ പറ്റും. പിന്നെ ഇത് കഴിക്കുന്നതിന് പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല. ചെറിയൊരു മധുരമൊക്കെ ഉണ്ട്. പിന്നെ ഹണിയൊക്കെ ചേർത്ത് കഴിക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ കിട്ടും. അപ്പോൾ രണ്ടാമത്തേതും നമ്മൾ ഉണ്ടാക്കിയെടുത്തു. അതിൻ്റെ അരികൊക്കെ കണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ നല്ല അടിപൊളിയായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇന്ന് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് ലൈക്ക് ചെയ്തേക്കൂ. അങ്ങനെ എല്ലാം നമ്മൾ പെട്ടെന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു കേട്ടോ. 2 പേർക്ക് പറ്റിയ അളവിലാണ് ഞാനിവിടെ പൊടി എടുത്തിരുന്നത്. അങ്ങനെ നമ്മൾ ആ എടുത്ത പൊടിയുടെ അളവിൽ ഇത്രയും പാൻ കേക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല കുട്ടി കുട്ടി ദോശ പോലെയല്ലേ കാണുമ്പോൾ, നല്ല ടേസ്റ്റ് കേട്ടോ. ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഈ ഒരു പൗഡർ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച് നോക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ പറയാനായിട്ട് മറക്കല്ലേ. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റായിട്ടും മാറും ഈ ഒരു പൗഡർ വെച്ചിട്ട് തയ്യാറാക്കുകയാണെങ്കിൽ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റുകളിലൂടെ അത് അറിയിക്കണേ, മറക്കല്ലേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പെട്ടെന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നതാണ്. കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്